മുമ്പിൽ നടക്കാം. അങ്ങനെ ഒരു പെണ്ണിന്റെ വേക്കിൽ ഇങ്ങനെ ഒരാണ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മോശാണ്. ഒരു പെണ്ണിന്റെ ശരീരം തുദ്ബിറു ശൈത്താനത്തൻ വതുഖ്ബിലു ശൈത്താനത്തൻ, ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പൈശാചികമായ ചിന്തകൾ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി പറഞ്ഞു, പെങ്ങളെ നിങ്ങൾ എന്റെ ബാക്കിൽ നടന്നോളൂ, വഴി വലത്തോട്ട് തിരിയാണെങ്കിൽ നിങ്ങൾ ചെറിയ കല്ലുകൊണ്ട് വലത്തോട്ട് എറിഞ്ഞു തന്നാൽ ഞാൻ വലത്തോട്ട് പോകാം, ഇടത്തോട്ടാണെങ്കിൽ ആ കല്ലുകൊണ്ട് ഇടത്തോട്ട് എറിഞ്ഞാൽ ഞാൻ ഇടത്തോട്ട് തിരിയാം, എന്നല്ലാതെ നിങ്ങൾ എന്റെ മുമ്പിൽ വഴി കാണിച്ച് നടക്കണ്ട, ഞാൻ നടന്നോളാം. അതാണ് മൂസ നബിയുടെ സത്യസന്ധത. ഒന്നും പെരയിൽ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജനേൽപ്പിക്കാൻ വയ്യ, അനുജന്റേത് ജ്യേഷ്ഠനേൽപ്പിക്കാൻ വയ്യ, കൂട്ടുകാർക്ക് കൂട്ടുകാരെ വിശ്വസിക്കാൻ വയ്യ, കുടുംബങ്ങളെ വിശ്വസിക്കാൻ വയ്യ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു സത്യസന്ധതയുടെ ഒരു നന്മ നോക്കൂ. ഒരു പെണ്ണിന്റെ പിറകിൽ നടക്കരുത് തന്നെ അർത്ഥം. പൈശാചികമായ തോന്നൽ വരുന്ന സന്ദർഭങ്ങൾ, സീനുകൾ ഉണ്ടാവരുത്, അതന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് അമീൻ, അത് സത്യസന്ധനാണ്. അല്ലെങ്കിൽ പിന്നെ ഡ്രൈവറെ പൊളിച്ചോടി പോയി എന്ന് പറയും അല്ലേ, അതാ പറയാ. പിന്നെ ആള് വിശ്വസ്തനല്ലെങ്കിൽ മുതലാളിയുടെ മോള് മറ്റവന്റെ കൂടെ പോയി എന്ന് പറയും. ആരൊരു തമാശ ഒരു ടിക്ടോക്ക് വീഡിയോ വിട്ടല്ലോ അല്ലേ, പെണ്ണ് കെട്ടുകയാണെങ്കിൽ ജോലി വേണം, ശമ്പളം വേണം, ഓടിപ്പോവുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട അല്ലേ. നല്ലൊരു ആശയാണത്, സംഭവം നല്ലൊരു ആശയാണ്. പെണ്ണ് കല്യാണം അന്വേഷിച്ച് വരുമ്പോഴേ ഇതേപ്പളക്ക് എന്താ പണി, ഗൾഫിലാണോ, ജോലി ഉണ്ടോ, ശമ്പളം ഉണ്ടോ, ഗൾഫിക്ക് കൊണ്ടുപോകോ, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, ചാടി പോകുമ്പോൾ ഈ ചോദ്യമൊന്നും ഇല്ലാന്നാ ആരെ കൂടിയും പോകും. സുബ്ഹാനല്ലാഹ്, ഇതാണ് അവസ്ഥ.